നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീരാമ സാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനക മഹാരാജാവ് തന്റെ പുത്രിയായ സീതയുടെ വിവാഹത്തിനായി സ്വയംവരം സംഘടിപ്പിച്ചു. ശിവഭഗവാന്റെ അതിശക്തമായ വില്ലായ പിനാകം ഉയർത്തി വില്ല് കുലയ്ക്കുന്നതാരോ അദ്ദേഹത്തിന് സീതയെ വിവാഹം കഴിക്കാമെന്നായിരുന്നു വ്യവസ്ഥ. അനേകം രാജാക്കന്മാരും വീരന്മാരും ശ്രമിച്ചെങ്കിലും ആർക്കും വില്ലുയർത്താനായില്ല. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ വില്ല് അനായാസം ഉയർത്തി വില്ലിൽ ഞാണു കെട്ടുന്നതിനിടയിൽ വില്ലൊടിഞ്ഞു. തുടർന്ന് സീത ശ്രീരാമനെ വരനായി സ്വീകരിച്ച് വരമാല അണിയിച്ചു. ധർമ്മത്തിന്റെയും വീര്യത്തിന്റെയും ദൈവനിശ്ചയത്തിന്റെയും പ്രതീകമായ സീതാ സ്വയംവരം രാമായണത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. ശ്രീരാമസാഗരത്തിൽ ശ്രീമദ് അധ്യാത്മ രാമായണ പാരായണം ബാലകാണ്ഡം സീതാ സ്വയംവരം പാരായണം ചെയ്യുന്നത് രഞ്ജിനി വർമ്മ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം യാക്കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടു മൃഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനുമതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ.
സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവൂ തെന്നിനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹൂങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസാഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സുടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടവെട്ടിയിടും വണ്ണം വിൽ മുറിച്ചൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. രാമായണത്തിൽ നാരീശക്തി വെറും കുടുംബപരമായ പങ്കിൽ ഒതുങ്ങുന്നില്ല. ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായാണ് സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. സീതാദേവി ക്ഷമയും ധർമ്മനിഷ്ഠയും ആത്മവിശ്വാസവും കൊണ്ട് മാതൃകയാകുമ്പോൾ കൗസല്യ മാതൃസ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും പ്രതീകമാണ്. സുമിത്ര ത്യാഗത്തിന്റെയും കടമബോധത്തിന്റെയും ഉദാഹരണമാണ്. കൈകേയിയുടെ കഥാപാത്രം തെറ്റായ തീരുമാനങ്ങളുടെ പ്രത്യാഘാതം ഓർമ്മിപ്പിക്കുമ്പോൾ താരയും മണ്ഡോദരിയും ബുദ്ധിയും നയതന്ത്രബോധവും നിറഞ്ഞ സ്ത്രീകളായി ശ്രദ്ധേയരാകുന്നു.
ഇങ്ങനെ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ധർമ്മത്തിനും ശക്തമായ ദിശാബോധം നൽകുന്ന നാരീശക്തിയുടെ ഉജ്ജ്വല പ്രതീകങ്ങളാണ്. രാമായണത്തിലെ നാരീശക്തിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പ്രമുഖ ചലച്ചിത്ര നടി മല്ലിക സുകുമാരൻ. നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ രാമായണം എന്ന് പറയുന്ന ആധ്യാത്മിക ഗ്രന്ഥത്തെക്കുറിച്ച് പലപ്പോഴും പല രീതിയിൽ പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് വളരെ സംസ്കൃത പണ്ഡിതന്മാരൊക്കെ പറയുന്ന പോലെ പറയാനുള്ള അറിവില്ലെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഊർമിള എന്ന് പറയുന്ന ലക്ഷ്മണൻ്റെ ഭാര്യയെ നമുക്ക് എങ്ങനെയാണ് മാറ്റി നിർത്താൻ പറ്റുക? ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാൻ പോകുന്നു, സീതാദേവി പോകുന്നു, എന്നാൽ പിന്നെ ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ കൃത്യനിർവഹണത്തിന് അതൊരു തടസ്സമാകും എന്ന് പറയുകയും 14 വർഷക്കാലം ഭർത്താവിനെ പിരിയാനായിട്ട് ഒന്നും മിണ്ടാതെ യാതൊരു ബഹളങ്ങളും സൃഷ്ടിക്കാതെ ഒരു വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു വഴക്കിനോ പോകാതെ എല്ലാം സഹിച്ചു നിൽക്കുന്ന, അല്ലേ, ദുഃഖിപ്പതില്ല എനിക്ക് നേരം ഇപ്പോഴൊന്നും അത് പറയുന്നുണ്ട് അവർ ഇടയ്ക്ക് 2 വരിയിൽ. ഇപ്പോൾ ഞാൻ തൽക്കാലം മംഗളം തേരുകയാണ് സ്വാമിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഊർമിള. അപ്പോൾ എന്തൊരു കഥാപാത്രമാണത്! കാരണം എല്ലാം സഹിച്ച് വീട്ടിൽ നിൽക്കുന്നു. അതേസമയം സീതാദേവിക്ക് ആ ഭാഗ്യമെങ്കിലും ഉണ്ട്, ഭർത്താവിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇദ്ദേഹം എല്ലാ മംഗളങ്ങളും നേർന്ന് ഭർത്താവിനെ 14 വർഷം പിരിഞ്ഞു നിൽക്കാൻ തയ്യാറെടുക്കുക. ആ ഒരു മാനസികാവസ്ഥയൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല. കാരണം അതിനൊക്കെ ഒരു ഉപമയായിട്ട് ഒരു കാണിക്കാൻ പറ്റിയ സ്ത്രീ കഥാപാത്രമൊക്കെ ഉണ്ടോ? പലപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമായണത്തിലെ പല കഥാപാത്രങ്ങളും എന്തിനേറെ പറയുന്നു, അല്ലേ. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടാണ് ഈ താര എന്ന് പറയുന്ന കഥാപാത്രം, താരയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് സുഗ്രീവ പത്നിയായിട്ട് താര മാറിയതെന്നും ആ താര എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തിൻ്റെ ശക്തിയും ആ ഒരു ആജ്ഞാപിക്കാനുള്ളൊരു ശക്തി, ഒരു ധൈര്യം, അത് താര വളരെ ബുദ്ധിമതിയായ ഒരു കഥാപാത്രമാണ്. അങ്ങനെയാണല്ലോ ഈ പറഞ്ഞവൻ്റെ കൂട്ട് ഈ സുഗ്രീവൻ സമയത്ത് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കടിക്കാൻ ചെല്ലുന്ന ലക്ഷ്മണനെ പോലും മനസ്സിലാക്കി ഒരു പരുവത്തിലെത്തിക്കാൻ നമ്മുടെ താര എന്ന് പറയുന്ന കഥാപാത്രത്തിന് സാധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും പലരോടുമായിട്ടും തർക്കങ്ങൾ ഉണ്ടായാൽ പോലും എല്ലാം സഹിച്ച് ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരു നന്മ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വയം കീഴടക്കി കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് താര. അതിലേറെ നമുക്ക് ഒരു അമിതമായിട്ട് ബഹുമാനത്തോടെ വാത്സല്യവും കരുണയും സ്നേഹവും എല്ലാം തോന്നുന്നൊരു കഥാപാത്രമാണ് ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യ കൗസല്യ. എന്താണെന്ന് ഞാൻ പറയട്ടെ. കൗസല്യ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കൊട്ടാരത്തിൽ കഴിയുന്നു. പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത്? ശ്രീരാമചന്ദ്രനെ കാട്ടിലയക്കണം എന്ന് പറയുന്ന കൈകേയിയുടെ വാക്കുകൾക്കാണ് അവിടെ പ്രാധാന്യം ലഭിച്ചതും അതിന് ദശരഥ മഹാരാജാവ് വഴങ്ങുകയും ചെയ്യുന്നു. എന്നിട്ടും ഭർത്താവിൻ്റെ നേരെ ഒരു വഴക്കിനും ആ പുണ്യവതി പോയില്ല. സഹിച്ചു, എല്ലാം സഹിച്ചു. എല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഒരുപാട് ദുഃഖിച്ചു, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മാതാവിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ഒപ്പം നിന്ന് പങ്കുവയ്ക്കാൻ മറ്റൊരു സ്ത്രീ കഥാപാത്രത്തിനെ കണ്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് മന്ധര. നമ്മൾ ഈ പറയുന്ന പോലെ മന്ധരയെ നമ്മളൊരു നുണച്ചിയായിട്ടോ ഒരു തമ്പി തെല്ലിക്കുന്ന ആളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ കിടന്ന് പല കളികളും കളിച്ച് കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണെങ്കിൽ പോലും ചില സമയത്തുള്ള മന്ധരയുടെ ഉപദേശങ്ങളും ഇടപെടലുകളും ഒക്കെ ഒരുപക്ഷെ അവസാനം എത്തുമ്പോൾ നമുക്ക് തോന്നും നന്നായി അന്ന് അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തിക്കും പിന്നീട് നമ്മൾ രാമായണം വായിച്ചു വരുമ്പോൾ ഓരോ ന്യായീകരണമുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ജാതിയും മതവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിനകത്തെ ഒരു സത്യസന്ധമായ എൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന ഓരോ കഥാപാത്രത്തിനെ വിശകലനം ചെയ്താൽ നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രീനാരായണ ഗുരുവരെ എന്താ പറഞ്ഞത്? ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ശിവഗിരി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊരു പവിത്രത. അവിടെ പോകുമ്പോൾ അവിടെ ആരും പറയുന്നില്ലല്ലോ നിങ്ങൾ എന്താണ് ജാതി, അവരാരും ചോദിക്കുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ പോകൂ, ചെന്ന് തൊഴുതാട്ടെ, ഒരു പ്രസാദം തരുന്ന ശാന്തി നടത്തുന്ന അവിടുത്തെ പ്രധാന ശാന്തി മേൽശാന്തി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഏത് ജാതിയിലുള്ളവരല്ല ചന്ദനം തൊഴുത കണ്ടുകൊണ്ട് ചോദിച്ചാൽ എന്ന് ചോദിക്കാറുണ്ടോ?
ഈ രാമായണ മാസമെങ്കിലും സത്യം പറഞ്ഞാൽ സമയം കിട്ടിയാൽ ഇതിൻ്റെ അർത്ഥം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡിഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പല പല പ്രസിദ്ധീകരണങ്ങളിൽ 4 വരി കൊടുത്താൽ അതിൻ്റെ അർത്ഥം താഴെയുണ്ട്. ആ അർത്ഥം മാത്രമെങ്കിലും വായിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. കാരണം രാമായണം എന്നൊക്കെ പറയുന്ന ഒരു അമൂല്യ നിധിയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സമ്പന്നതയുടെ, നമ്മുടെ സാഹോദര്യത്തിൻ്റെ. അത് വായിക്കാൻ അവസരം കിട്ടിയാൽ എല്ലാവരും വായിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അത് ഞാനൊരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് പറയുകയാണെന്നുള്ള ദുർവ്യാഖ്യാനം മാത്രം ചെയ്യരുത്. അത് വായിക്കുമ്പോൾ നമ്മളൊക്കെ എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ എന്ന് സ്വയം നമ്മളെ വിലയിരുത്താനുള്ള ഒരു, സത്യം പറഞ്ഞാൽ ആ പുസ്തകം വായിക്കുന്നവർക്ക് അത് സ്വയം തോന്നും. നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കൊരു മാർഗനിർദ്ദേശം തരാൻ ഭഗവാന് മാത്രമേ നമ്മുടെ മനസ്സിലത് തോന്നിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനിടയിൽ കൂടെ ശത്രുക്കളുണ്ടാവും. ശത്രുതയില്ലാതെ അല്ലെങ്കിൽ ദുർഘടങ്ങളില്ലാത്തൊരു പാത ഏതാ? എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ ശ്രീരാമചന്ദ്രന് പോലും 14 വർഷം മാറി നിൽക്കേണ്ടി വന്നത്. ഞാൻ എല്ലാ ഭക്തിയോടും കൂടി ഞാൻ പറയുകയാണ്, ഈ കർക്കിടകം 1 മുതൽ അറിയാവുന്നവരും അറിയാത്തവരും, വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും, ഇനി കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനിരിക്കുന്നവരും എല്ലാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എവിടെയെങ്കിലുമൊക്കെ പറയുന്നതെങ്കിലും കേൾക്കുക. കുറച്ച് നന്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഭക്തിപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദുരിതവുമില്ലാതെ, ഒരു അസുഖങ്ങൾ വരാതെ, ആരോഗ്യവും മനസ്സമാധാനവും സർവേശ്വരൻ നൽകുന്ന ഒരു മാസം കൂടി ആവട്ടെ കർക്കിടകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ഓരോരുത്തർക്കും ഈ 2 വരി അവരവരുടേതായത് വേറെ ഉണ്ടാവും. അതെങ്കിലും ചൊല്ലിയിട്ട് നല്ല പാഠങ്ങൾ ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കവിതകളും ദേവസ്തുതികളും കീർത്തനങ്ങളും ഒക്കെ രചിക്കപ്പെട്ടത്. അതിൽ പലതും നമ്മെ ഭക്തിയുടെ പരമാനന്ദം പകർന്നു തന്നവയാണ്. ശ്രീരാമസാഗരത്തിൽ അടുത്തത് ഒരു ശ്രീരാമ കീർത്തനമാണ്. കാണാം രാമാനന്ദം. രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ. ശ്രീരാമ ഗോവിന്ദ നാരായണാനന്ദ, സീതാപതി ജയ, രാമ ഹരേ. സൂര്യകുലത്തിൽ ദശരഥൻ തന്നുടെ സൂനുവതായൊരു രാമ ഹരേ. ലക്ഷ്മണ പൂർവജ ലക്ഷ്മീ നികേതന, പക്ഷീന്ദ്രവാഹന രാമ ഹരേ. കൗശികയാഗം വഴി പോലെ പാലനം ചെയ്തരുളിടിന രാമ ഹരേ. രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ. വില്ലു മുറിപ്പാനെഴു തന്നലായമോ മന്നവർക്കൊക്കെയും രാമ ഹരേ. വില്ലു മുറിച്ചു വിദേഹ കുമാരി, കല്യാണം ചെയ്ത ശ്രീരാമ ഹരേ. മാർഗം തടഞ്ഞൊരു ഭാർഗവരാമനെ നിർഗവനാക്കിയ രാമ ഹരേ. തമ്പിമാരോടും തരുണിയോടും കൂടി തൻപുരേ വാണൊരു രാമ ഹരേ. ജാതതരൻ ഗുരു ശാസനകാരനാൽ രാജം വെടിഞ്ഞൊരു രാമ ഹരേ. കാന്ത സഹോദരരോടും ഒരുമിച്ചു
മംഗളം നൽകിയ രാമ ഹരേ. സുഗ്രീവ സഖ്യവും ചെയ്തുടൻ ബാലിയെ നിഗ്രഹിച്ചിടിന രാമ ഹരേ. ജാനകി മാർഗണം ചെയ്വാൻ ഹനുമാനെ മാനിച്ചയച്ചൊരു രാമ ഹരേ. വൈരിപുരത്തെ ദഹിപ്പിച്ചു വന്നൊരു മാരുതിയെ കണ്ട രാമ ഹരേ. വാരിധിയിൽ ചിറകെട്ടി കടന്നൊരു വാരിജലോചന രാമ ഹരേ. രാവണനെ കൊല ചെയ്തു ജഗത്രയം മാനിച്ചരുളിന രാമ ഹരേ. പിന്നെ വിഭീഷണൻ രാജാഭിഷേകത്തെ സാധിപ്പിച്ചിടിന രാമ ഹരേ. പന്നകതൽപേ പരമസുഖത്തോടു പാരാകെ പള്ളി കൊള്ളുന്ന നാഥ. ഘോര ദുരിത ദാരിദ്ര ഭയങ്ങളെ ദൂരെ അകറ്റണം രാമ ഹരേ. പാരിൽ വസിപ്പാൻ സുഖമരുളിടണം പാരാകെ പിന്നെ പരഗതിയും. നാരായണാനന്ദ വിഷ്ണു മഹേശ്വര നാഥ ജനാർദ്ദന രാമ ഹരേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. ശ്രീരാമ ഗോവിന്ദ നാരായണാനന്ദ സീതാപദേ ജയ രാമ ഹരേ. സീതാപദേ ജയ രാമ ഹരേ. സീതാപദേ ജയ രാമ ഹരേ. ശ്രീരാമചന്ദ്രനെ വാൽമീകി മഹർഷി രാമായണത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ നാം രാമനിലൂടെ മനസ്സിലാക്കുന്നത് ജീവിത മൂല്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യൻ അനുവർത്തിക്കണമെന്നും ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് പാലിക്കാം, എന്തൊക്കെ പാലിക്കാൻ പാടില്ല എന്നും പഠിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.